കൃഷ്ണ തോട്ട്സ് ബൈ സീജ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള കുടുംബക്ഷേത്രം കൂടിയായ പുക്കാട് ശ്രീ ഭഗവതി ക്ഷേത്രം ഞങ്ങളുടെ ചോറ്റാനിക്കരയാണിത്. ചോറ്റാനിക്കരയിലെ പോലെ രണ്ടു ഭാവത്തിലുള്ള രണ്ടു ദേവിമാർ, ഒന്ന് ബാലഭദ്രാദേവി, രണ്ടാമത്തേത് ക്ഷേത്രങ്ങളിൽ അപൂർവമായി കണ്ടുവരുന്ന രൗദ്രഭാവത്തിലുള്ള കരിങ്കാളിയമ്മ. പഴയ ക്ഷേത്രമായതുകൊണ്ടും ഉപ്പുവെള്ള ഭീഷണി നേരിടുന്നതുകൊണ്ടും ക്ഷേത്ര പുനരുദ്ധാരണത്തിന് ഒരുങ്ങുകയാണ് ഈ ദേശക്കാർ. അതുകൊണ്ട് തന്നെ 2 വർഷമായി ഉത്സവാഘോഷം ചുരുക്കി പ്രതിഷ്ഠാദിന ചടങ്ങുകൾ മാത്രമാക്കി മാറ്റി. ക്ഷേത്രം എത്രയും വേഗം പണി തുടങ്ങി പൂർത്തിയാക്കാൻ കഴിയട്ടെ എന്നാണ് എല്ലാവരും ഒന്നടങ്കം പ്രാർത്ഥിക്കുന്നത്. പ്രതിഷ്ഠാദിനത്തിനോടനുബന്ധിച്ച് എല്ലാ വർഷവും ക്ഷേത്ര മഹിളാ സമാജം വക അന്നദാനം ഇതുവരെയും മുടക്കം വരുത്താതെ നടത്തുന്നു. എല്ലാ മലയാള മാസം ആദ്യ ചൊവ്വ അഖണ്ഡനാമജപം, അന്നദാനം, ഗുരുതി പൂജ ഇവ നടത്തപ്പെടുന്നു. അഭീഷ്ടവരദായിനിയും വിദ്യാദായിനിയുമായ ബാലഭദ്രയും കാലദോഷ നിവാരണിയായി കരിങ്കാളിയമ്മയും ഞങ്ങളുടെ കാവലും ഭാഗ്യവുമായി ഇവിടെ നിലകൊള്ളുന്നു. മീനത്തിലെ രോഹിണി പ്രതിഷ്ഠാദിന മഹോത്സവവും തുലാമാസത്തിലെ ആയില്യത്തിന് നടത്തപ്പെടുന്ന അഷ്ടനാഗക്കളവും വിശേഷാൽ ദിനങ്ങളാണ്. ചുറ്റമ്പലത്തിനകത്ത് ഗണപതി, പുറത്തായി നാഗരാജാവ്, നാഗയക്ഷി, മുത്തപ്പൻ, മുത്തി, ഗുരുമുത്തപ്പൻ, ഖണ്ഡാകർണസ്വാമി, ശീതങ്കൻ മുത്തപ്പൻ ഉപദേവത പ്രതിഷ്ഠകളാണ്. മുത്തപ്പനും മുത്തിക്കും നടത്തപ്പെടുന്ന കലശം വഴിപാട് ഉദ്ദിഷ്ട കാര്യസിദ്ധിക്ക് ഉത്തമമെന്നാണ് വിശ്വാസം. ഇത് എറണാകുളം ജില്ലയിൽ വൈപ്പിൻ മുനമ്പം ദേശീയപാതയിൽ എളങ്കുന്നപ്പുഴ കിഴക്ക് പുക്കാട് എന്ന സ്ഥലത്താണ് ഉള്ളത്. കായലിനരികത്തായതുകൊണ്ട് തന്നെ തികച്ചും ശാന്തവും സമാധാനവും നിറഞ്ഞ അന്തരീക്ഷം ഏവർക്കും ഭക്തി ഉണർത്തും തീർച്ച. ഓം ശ്രീ മഹാദേവിയേ നമഃ.